ഹലോ, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ബ്യൂട്ടി ബട്ടർഫ്ലൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ ചിക്കൻ നമുക്ക് അച്ചാറിന് വേണ്ട വലിപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൽ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ മാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ 1 കിലോ ചിക്കന് 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, ഇതല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1.5 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 30 തൊട്ട് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്കിതിൽ ഒട്ടും വെള്ളമില്ലെങ്കിൽ 1 സ്പൂൺ വിനെഗറോ നാരങ്ങാനീരോ അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ വെള്ളമോ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു നമ്മൾ ഒരു 45 മിനിറ്റിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്കായിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഫുള്ളായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അച്ചാറിടാനായിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് തരിയൊക്കെ കാണും. അതുകൊണ്ട് നമ്മൾ ആ ഓയിലൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അച്ചാർ റെഡിയാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഫിൽറ്റർ ചെയ്തെടുത്ത ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളി നടുവനെ പൊളന്നതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂണോളം മുളക് പൊടി നമുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ അച്ചാറിന് നല്ല കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഒരു 1/2 സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് വിനെഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വിനെഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അതിലുള്ള വെള്ളം ഒക്കെ ഒന്ന് പോകും. പിന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടും. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവിയിലുള്ള വിനെഗറൊക്കെ നമ്മളുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പം ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആകും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത ടൈമിൽ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഈ വിനെഗറൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക്